ഉദ്യോഗസ്ഥരോടുള്ള കലിപ്പും പകപോക്കലുമാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. ദേവസ്വം ബോർഡ് ഉന്നതന്റെ ഭാര്യയ്ക്ക് ക്ഷേത്ര ദർശനത്തിന് അകമ്പടി പോയില്ലെന്ന കാരണത്താൽ 2 ഉദ്യോഗസ്ഥർക്ക് കിട്ടിയത് 8ന്റെ പണി. ഇവരെ വിളിച്ചു വരുത്തി 4 മണിക്കൂർ നിൽപ്പ് ശിക്ഷ നൽകി. കൊച്ചിൻ ദേവസ്വം ബോർഡിലാണ് രാജഭരണത്തെ അനുസ്മരിപ്പിക്കുന്ന ശിക്ഷാ നടപടി അരങ്ങേറിയത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി തൃശൂർ വടക്കുംനാഥൻ ക്ഷേത്രത്തിലാണ് സംഭവങ്ങളുടെ തുടക്കം. കൊച്ചി ദേവസ്വം ബോർഡിലെ ഒരു ഉന്നതന്റെ ഭാര്യയും മകളും ക്ഷേത്രത്തിലെ തൃപ്പുക ചടങ്ങിനെത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ അവർക്ക് വേണ്ട ബഹുമാനം നൽകിയില്ലെന്നാണ് അവരുടെ പരാതി. അവരെ തോളത്തെടുത്തു വെച്ച് താരാട്ടുപാടി ദർശനമൊക്കെ നടത്തിച്ച് തിരിച്ച് കൊണ്ടുവിടണമെന്നായിരുന്നു ഈ ഉന്നതന്റെ ഉള്ളിലെ ആഗ്രഹം. എന്ത് ചെയ്യാം, അത് നടന്നില്ല. രാത്രി 8 മണിക്ക് സുഗന്ധപൂരിതമായ പുക നവധാന്യങ്ങൾ ഉപയോഗിച്ച് ശ്രീകോവിലിൽ മുഴുവൻ വ്യാപിപ്പിക്കുന്നതാണ് ഈ ചടങ്ങ്. വടക്കുംനാഥനും ശ്രീരാമസ്വാമിക്കുമാണ് തൃപ്പുക. തൃപ്പുക തൊഴുന്നത് അതിവിശേഷമായതിനാൽ നിരവധി ഭക്തരാണ് പതിവായി എത്തുന്നത്. അന്ന് ക്ഷേത്ര മാനേജരായ വനിത അവധിയായിരുന്നു. അതുകൊണ്ട് ഉന്നതന്റെ കുടുംബത്തെ പരിചരിക്കാൻ മാനേജർ എത്തിയില്ല. പകരം മാനേജർ ഏർപ്പാടാക്കിയ 2 ക്ലാർക്കുമാരാണ് എത്തിയത്. അവർ ഉന്നതന്റെ ഭാര്യയെയും മകളെയും സ്വീകരിച്ചു. അവരെ കണ്ട ഉടൻ ഉന്നതന്റെ ഭാര്യയും മകളും പറഞ്ഞു, ഞങ്ങളുടെ പിന്നാലെ ഒന്നും വരണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ പാവങ്ങൾ ശ്രീകോവിലിന്റെ പുറത്ത് തന്നെ നിന്നു. പിന്നാലെ ഔദ്യോഗിക പരിപാടികൾ കഴിഞ്ഞ് ഉന്നതനും ക്ഷേത്രത്തിലെത്തി. അപ്പോഴാണ് ഭാര്യയും മകളും അനാഥരായി നിൽക്കുന്നത് കണ്ടത്. തൊഴുതൊക്കെ കഴിഞ്ഞ് ഉന്നതനും കുടുംബവും സൗമ്യരായി ടാറ്റ പറഞ്ഞ് മടങ്ങി. എന്നാൽ പിന്നീടായിരുന്നു പ്രതികാര നടപടികളുടെ തുടക്കം. പിറ്റേന്ന് തിങ്കളാഴ്ച രാവിലെ തന്നെ 2 ജീവനക്കാരെയും ബോർഡ് ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ചു. രാവിലെ 10 മണി മുതൽ 2:30 വരെ ഓഫീസ് മുറിക്ക് മുന്നിൽ നിർത്തിയ ശേഷം ഒന്നും പറയാതെ മടക്കി വിട്ടു. ഉദ്യോഗസ്ഥരെ കാണാനോ കാര്യം പറയാനോ അനുവദിച്ചില്ല. വീണ്ടും വിളിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. പിന്നാലെ ക്ഷേത്രത്തിലെ ഹാജർ ബുക്കിന്റെ പകർപ്പും ഓഫീസിലേക്ക് എടുപ്പിച്ചു. കാരണം അവർ വന്ന് ഹാജർ ബുക്കിലെങ്ങാനും ഒപ്പുവെച്ചാലോ. എങ്ങനെയുണ്ട് ബുദ്ധി? ഇതെന്താ രാജഭരണമോ? ഇവനെയൊക്കെ മുക്കാലിൽ കെട്ടിയടിക്കണം. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഇവന്മാർ അറിഞ്ഞില്ലേ?